ഒരാളൊരു ജ്യോത്സ്യനെ കാണാൻ പോകുമ്പോ ഒരു ജ്യോത്സ്യൻ നല്ല ജ്യോത്സ്യനാണോ എന്ന വേദപാഠങ്ങളൊക്കെ പഠിച്ച് തന്ത്രമൊക്കെ ഒരു ഡോക്ടറെ കാണാൻ പോയ എങ്ങനെയാണ്? വക്കീലിനെ കാണാൻ സലീം കുമാർ പറഞ്ഞ പോലെ കോട്ടുണ്ട് ലുക്കില്ല പറഞ്ഞ ആളെ കാണാൻ പോകില്ലല്ലോ. LLB കഴിഞ്ഞ ആളെയല്ലേ, ഇങ്ങനെ MBBS കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ ഒരു ജ്യോതിഷൻ ഇന്നതാണ് ക്വാളിഫിക്കേഷൻ, അയാൾ വേദാധ്യായം ചെയ്തിട്ടുള്ളതായിരിക്കണം, ആചാരമുള്ളവനായിരിക്കണം, വാസ്തുവാണെങ്കിൽ വാസ്തുശാസ്ത്രമാണെങ്കിൽ ഭൂമിശാസ്ത്ര കാര്യങ്ങളാകണം, ചിത്രജ്ഞ, ഗണിതജ്ഞ, പുരാണജ്ഞ, ഇതൊക്കെ ചിത്രം വരയ്ക്കാനാണ് ഒരു വാസ്തു വിദഗ്ധനെ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ തന്ത്രിയാണെങ്കിലും അയാൾക്ക് ലക്ഷണം വേണ്ടേ, വിശ്വാസി പഠിച്ചിരിക്കണം എന്നാ പറഞ്ഞത്. എല്ലാവരും പ്രായോഗിക പ്രശ്നം പറയാം. ഇവര് പറഞ്ഞു, ആ അമ്മ പറഞ്ഞപ്പോ അവരൊരു പരിഹാരം പറഞ്ഞു. അത് വേറൊരു ജ്യോത്സ്യനടുത്ത് കാണണമായിരുന്നു. 3 പ്രാവശ്യം ബാത്റൂം പൊളിച്ച് ഇനി വേറൊരു ജ്യോത്സ്യനെ കാണണമായിരുന്നു. അപ്പൊ ജ്യോത്സ്യൻ പറയും, അയ്യോ ബാത്റൂമിനല്ല പ്രശ്നം, നിങ്ങളുടെ അടുക്കള ഇങ്ങനെയല്ലേ ഇരിക്കേണ്ടത്, ഇത് ഈ ബാത്റൂം ഇരിക്കുന്നിടത്താണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ ബാത്റൂം ഒന്ന് തീർക്കട്ടെ. ഡോക്ടർമാര് പറയണില്ലേ ഞാൻ പറയട്ടെ, ജ്യോതിഷന് മാത്രം കുഴപ്പം. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് ഞാൻ തീർക്കട്ടെ. ഇങ്ങനെ 2 തവണ 3 തവണ ഞാൻ ചോദിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഇയാളുടെ ഇവരുടെ പ്രശ്നം എന്തായിരുന്നു അറിയോ? പറയട്ടെ സുഹൃത്തെ, ഇവരുടെ പ്രശ്നം എന്തായിരുന്നു അറിയോ? കയ്യിൽ പൈസ നിൽക്കുന്നില്ല എന്നുള്ള അതായിരുന്നു പ്രശ്നം. ജ്യോത്സ്യം പറയണ ഈ ബാത്റൂം പൊളിച്ച് ഇപ്പുറത്ത് പണി, അപ്പൊ കയ്യിൽ പൈസ വരുമോ? അപ്പൊ പിന്നെ പോയപ്പോ ശരിയായില്ലേ, ഇത് വിളിച്ചിട്ട് അവിടെ പണി. ഇത് ഏതുപോലെ അറിയോ? ഒരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ അടുത്ത് പോയി, മെഡിക്കൽ സയൻസ് ആണോ കുഴപ്പം? 2 പേര് MD പാസ്സായതല്ലേ? 2 MD പാസ്സായ 2 ഡോക്ടർമാരെ 2 ഡയഗ്നോസിലെ ഒരു രോഗി കൊന്നു കഴിഞ്ഞാൽ പറയോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.